പ്രജിൻ, ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ എങ്ങോട്ടാ നമ്മുടെ യാത്ര? 2025 വിട പറയുമ്പോൾ ആ വർഷത്തെ അടയാളപ്പെടുന്ന ഈ 2025 ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് തെറ്റുകൂടാതെ ഉത്തരം പറയണം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഓർമ്മിക്കുക. അതായത് 2025 പ്രജിൻ സി കണ്ണൻ എന്ന ഗായകനെ, റൊമാൻറ്റിക് ഹീറോയെ ഹഠാത് ആകർഷിച്ച സംഭവം എന്താണ്? ഹഠാത് ആകർഷിച്ചു. ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ആലോചിക്കരുത്. കഴിഞ്ഞ തവണ ഇതേപോലെ നമ്മളിവിടെ നിൽക്കുമ്പോ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡെഫിനിഷൻ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോ കളി മാറി. ഈ ഒറ്റ വർഷം കൊണ്ട് AI ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ് നമുക്ക് പറയാം. നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട് AI എന്ന് പറയുന്നത്. പല രീതിയിൽ AI നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി, മാധ്യമങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി, AI ദൃശ്യാവിഷ്കാരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ടെക്നോളജി. അതെ, ഒറ്റ വർഷം കൊണ്ടുണ്ടായ പുരോഗതി ടെക്നോളജിയിൽ അത് നമ്മൾ ഊഹിക്കുന്നതിനപ്പുറമാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ എന്താണ് പറയാ, ഓർത്തോർത്തിരിക്കുമ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം എന്തായിരിക്കും വരാൻ പോകുന്ന മാറ്റങ്ങൾ ടെക്നോളജിയിൽ, പ്രത്യേകിച്ചും AI-യിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് ഇമാജിനേഷൻ അപ്പുറമാണെന്ന് ഒരേ കാര്യം ഉറപ്പാണ്. നമ്മളെ കരയിക്കുന്ന ഒരു കമന്റ് വീണ്ടും വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ പറയുന്നു, കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരിയാൽ നന്നായിരുന്നു. കണ്ണിന് ഓപ്പറേഷൻ ചെയ്തവരെ പോലെ. കണ്ണിന് ഓപ്പറേഷൻ ചെയ്തവരെ പോലെ. അല്ല പ്രവിധ കണ്ടപ്പോഴേ ചോദിക്കാറുണ്ട്, കണ്ണിന് ഓപ്പറേഷൻ ചെയ്തവർക്ക് ഈ രാജ്യത്ത് ജീവിക്കണ്ടേ? അതാണ് ചോദിക്കുന്നത് അല്ലേ? അവരെയും കൂടെ പ്രതിനിധീകരിച്ച് ആയിക്കോട്ടെ. എല്ലാത്തിനും ഒരു സമയമില്ലേ വിജയകുമാർ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.